कुंज विहारी जय राधा माधवा। कुंज विहारी जय गोपी जन वल्लभा। गिरिवरधारी जय गोपी जन वल्लभा। गिरिवरधारी यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज विहारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना जय राधा माधवा कुंज विहारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। जय राधा माधवा कुंज विहारी। जय राधा माधवा कुंज विहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। जय प्रभुपादा प्रभुपादा श्रील प्रभुपादा। जय गुरुदेवा गुरुदेवा जय गुरुदेवा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपथकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं
ശ്രീ രാധാകൃഷ്ണപാദാൻ സഹകണലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരവിന്ദങ്ങളിൽ വിനീതമായ പ്രണാമം. അതോടൊപ്പം തന്നെ ശില പ്രഭുവാദർക്കും ജയപതാകസ്വാമി ഗുരുമഹാരാജനും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ. ജ്ഞാനവിജ്ഞാന യോഗം എന്ന 7ാം അധ്യായം ആണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഭഗവാൻ പറയുന്നത് മാം ഏവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. നിങ്ങൾ എന്നെ ശരണം പ്രാപിക്കുന്നുണ്ട്, എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നുണ്ട് നിങ്ങൾക്ക് മായയുടെ പ്രഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്പോൾ ഇന്ന് 15ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്ലോകം വായിക്കാം. നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തേ നരാധമാഃ മായയാ അപഹൃതജ്ഞാനാഃ ആസുരം ഭാവമാശ്രിതാഃ. നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തേ നരാധമാഃ മായയാ അപഹൃതജ്ഞാനാഃ ആസുരം ഭാവമാശ്രിതാഃ. നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തേ നരാധമാഃ മായയാ അപഹൃതജ്ഞാനാഃ ആസുരം ഭാവം ആശ്രിതാഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തേ നരാധമാഃ മായയാ അപഹൃതജ്ഞാനാ ആസുരം ഭാവമാശ്രിതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമാം ദുഷ്കൃതിനോ മൂഢാ പ്രപദന്തേ നരാധമാഃ മായയാമപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമാം ദുഷ്കൃതിനോ മൂഢാ പ്രപദ്യന്തേ നരാധമഃ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാന്റെ വിവർത്തനവും ഭാവാർത്ഥവും. ദുഷ്കൃതിനഃ ദുഷ്കർമ്മം ചെയ്യുന്ന, മൂഢാഹ മൂഢന്മാരും, നരാധമാഹ മനുഷ്യാധമന്മാരും, മായയാ മായയാൽ, അപഹൃതജ്ഞാനാഹ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും, ആസുരം അസുരമായ ഭാവം ഭാവത്തെ ആശ്രിതാഹ ആശ്രയിച്ചിരിക്കുന്നവരും, മാം എന്നെ ന പ്രപദ്യന്തേ ശരണം പ്രാപിക്കുന്നില്ല. ദുഷ്കർമ്മം ചെയ്യുന്ന മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും ആസുരമായ ഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നവരും എന്നെ ശരണം പ്രാപിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, ഈ അഭ്യസ്ത വിദ്യര് അല്ലെങ്കിൽ തത്വചിന്തകര്, ശാസ്ത്രജ്ഞന്മാര്, പിന്നെ വ്യവസായികള്, ഭരണകർത്താക്കള്, ജനനേതാക്കള്, ഇവരെല്ലാം തന്നെ സാധാരണ ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല. അവരെല്ലാം വലിയ അറിവുള്ളവരാണ്. ഭരണതന്ത്രജ്ഞന്മാരെന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിനെ തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും
മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എങ്ങനെ സ്പർദ്ധ കൂടാതെ സൗഹൃദ ബന്ധം നിലനിർത്താം, ഇത്തരം കാര്യങ്ങളിലെല്ലാം അതിനിപുണരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഭരണതന്ത്രജ്ഞന്മാരെന്നൊക്കെ പറയുന്നവർ. അപ്പോ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും കഴിവുണ്ടായിട്ടും അവര് സർവശക്തനായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അവർ എന്തുകൊണ്ടാണ് സ്വയം സമർപ്പിക്കാത്തത്? അപ്പോ അവരെല്ലാം ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഒരു വലിയ വലിയ പദ്ധതികളൊക്കെ അവരെല്ലാം ആസൂത്രണം ചെയ്യുന്നുണ്ട് അല്ലെ? പഞ്ചവത്സര പദ്ധതികൾ, അങ്ങനെ പല പല പദ്ധതികളും അവരെല്ലാം ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോ അവരെല്ലാം കഴിവുള്ളവരാണ്. ഇനിയിപ്പോ ആത്മീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ആത്മീയമായിട്ട് പിന്നോക്കമുള്ളവരാണെന്നും പറയാൻ പറ്റില്ല. കാരണം പലരും ഈ യോഗ ചെയ്യുന്നവര്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നവര്, പള്ളികളിൽ പോകുന്നവര്, അങ്ങനെയുള്ളവരെല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷെ അവരെല്ലാം വളരെ വളരെ കാലം നീണ്ടു നിൽക്കുന്ന പദ്ധതികളിലൂടെ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ് അവര് ഈ മുക്തി, അതായത് ഈ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നത്. അപ്പോ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇത് ഈ ഭഗവാനോടുള്ള ആ പ്രേമം അല്ലെങ്കിൽ അത് ഭക്തി നേടാനായിട്ട് സാധ്യമാകും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും ഈ വളരെ എളുപ്പമായിട്ടുള്ള ഈ ഉപായം സ്വീകരിച്ചുകൂടാ? അപ്പൊ അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് നൽകുന്നത്. നമാം ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്യന്തേ നരാധമാഹ മായയാ അപഹൃതജ്ഞാനാഹ ആസുരം ഭാവം ആശ്രിതാഹ. അപ്പോ 4 കൂട്ടരെയാണ് ഇവിടെ ഭഗവാൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ദുഷ്കൃതിനഹ, ദുഷ്കർമ്മം ചെയ്യുന്നവര്, മൂഢാഹ, മൂഢന്മാര്, നരാധമാഹ, നരാധമന്മാര്, പിന്നെ മായയെ അപഹൃതജ്ഞാനം, മായയുടെ വലയത്തിൽ പെട്ടിട്ട് അവരുടെ ആത്മീയ ജ്ഞാനം നഷ്ടപ്പെട്ടവർ, പിന്നെ ആസുരം ഭാവം, അസുര സ്വഭാവമുള്ളവർ, ഇവരൊന്നും തന്നെ എന്നെ ശരണം പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആരൊക്കെയാണ് ഭഗവാനെ ശരണം പ്രാപിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ആ ഭഗവത് പ്രേമം കൈവരിച്ചവര്. നമ്മുടെ ബ്രഹ്മാണ്ടത്തിന്റെ നായകന്മാരായിട്ടുള്ള ബ്രഹ്മാവ്, മഹാദേവൻ, പിന്നെ മറ്റു മഹാജനങ്ങളായിട്ടുള്ള കപിലൻ, കുമാരന്മാര്, സ്വയംഭൂമനു, ജനകൻ, പ്രഹ്ലാദ മഹാരാജാവ്, മഹാബലി, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ പണ്ഡിതന്മാര്, അങ്ങനെ ഋഷിമാരൊക്കെ ആയിട്ടുള്ള വ്യാസദേവൻ, പിന്നെ അസിതൻ, ദേവലൻ, 10ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അത്, വ്യാസൻ തുടങ്ങിയവര്. അതുപോലെ തന്നെ കലിയുഗത്തിൽ നോക്കി മധ്വാചാര്യര്, രാമാനുജാചാര്യര്, ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാനായിരുന്നിട്ട് പോലും ഒരു ഭക്താവതാരം, ഭക്തന്റെ രൂപത്തില് അവതരിച്ചു. ഭഗവാനോടുള്ള ഭക്തിരസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഭക്തന്റെ രൂപത്തിൽ അവതാരം എടുത്തു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്രകാരമാണ് അവരെല്ലാം പരമാധികാരിയും അതുപോലെ തന്നെ സർവശക്തനും ആയിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ അവരെങ്ങനെയാണ് ശരണം പ്രാപിച്ചത് എന്നുള്ളത്. അപ്പൊ ശ്രീല പ്രഭുപാദർ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇപ്പോ ഒരു മകൻ എപ്പോഴും തൻ്റെ അച്ഛന് കീഴടങ്ങണം, എങ്കിലും മാത്രമേ ആ അച്ഛന്റെ ആ വാത്സല്യം, അതുപോലെ തന്നെ സ്നേഹം, അതുപോലെ തന്നെ ലാളന, ഇതെല്ലാം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഒരു വെറും സാധാരണ ഒരു അച്ഛനല്ല, അദ്ദേഹം ഭഗവാനാണ്, സർവേശ്വരനാണ്. അപ്പോ എല്ലാ അറിവിന്റെയും ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മൾ എത്രത്തോളം ശരണം പ്രാപിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഭഗവാനിൽ നിന്ന് തിരിച്ച് ആ സ്നേഹം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ അത് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, യേ യഥാ മാം പ്രപദ്യന്തേ
താം സദൈവ ഭജാമ്യഹം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം എനിക്ക് കിടങ്ങു അത്രത്തോളം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോ പിന്നെ അപ്പൊ അങ്ങനെയുള്ള ഒരു പിതാവിന് മഹാനായിട്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള പിതാവിന് നമുക്ക് എന്തുകൊണ്ട് കിടങ്ങിക്കൂടാ എന്നുള്ളതാണ് ശ്രീലപ്രഭുവിന്റെ ഭാവാർത്ഥത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ചോദിക്കുന്നത്. അപ്പോ പക്ഷെ ഇവിടെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? 4 തരത്തിലുള്ള ആൾക്കാർ, നേരത്തെ പറഞ്ഞ 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ ഭൗതികമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യും. പക്ഷെ എത്രയൊക്കെ വലിയ പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്തു കഴിഞ്ഞാലും ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് അത് വളരെ ശക്തിമത്തതാണ്. ഈ ഇത്രയും ഈ അറിവുള്ള ശാസ്ത്രജ്ഞന്മാരും എല്ലാം ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളെല്ലാം ഒരു നിമിഷം കൊണ്ട് പലപ്പോഴും നമുക്ക് തകർന്ന് തരിപ്പണമാകുന്നത്. അത് ഭൗതിക പ്രകൃതിയുടെ പ്രഭാവം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ അവരെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. കാരണം അവര് ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ദുഷ്കൃതി. ദുഷ്കൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്കർമ്മം ചെയ്യുന്നവര്, ദുഷ്കൃതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്കർമ്മം ചെയ്യാത്തവര് അല്ലെങ്കിൽ ദുഷ്കർമ്മം ചെയ്യുന്നവർ. അപ്പോ അവര് ദുഷ്കർമ്മം ചെയ്യുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവര് ഭഗവാന്റെ കൽപ്പനകളെ എതിർക്കാൻ വേണ്ടിയിട്ട് അവർ തെറ്റായ വിധത്തിലാണ് അവരുടെ ബുദ്ധി പ്രയോഗിക്കുന്നത്. അവർക്ക് ബുദ്ധി ഇല്ല എന്നല്ല, അവരൊക്കെ ബുദ്ധിയുള്ളവരാണ്, കാരണം അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്, എല്ലാമാണ്. പക്ഷെ അവരെല്ലാം അവരുടെ ബുദ്ധി ഭഗവാന്റെ കൽപ്പനകളെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ഇവിടെ ദുഷ്കൃതികൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ഭൗതിക ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. യാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം. ഈ ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതിയിൽ കാണുന്ന എല്ലാം തന്നെ മയ അധ്യക്ഷേണ, എന്റെ അധ്യക്ഷതയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭൗതിക പ്രകൃതിക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു അധികാരവും ഇല്ല. ഈ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് വസ്തുവിന്റെ ചലനത്തിനനുസരിച്ചിട്ട് ഇപ്പൊ നമ്മള് അതിന്റെ വസ്തുവിന്റെ നിഴൽ കാണുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക പ്രകൃതി എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ നിരീശ്വരവാദികള് അല്ലെങ്കിൽ നാസ്തികര് അവർക്കൊന്നും അറിയാൻ തന്നെ സാധിക്കുന്നില്ല. അപ്പോ അതുകൊണ്ട് തന്നെ അവരുടെ പദ്ധതികളെല്ലാം പരാജയത്തിലാണ് അവസാനിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ഹിരണ്യകശിപുവിന്റെ കാര്യം എടുത്തു നോക്കാം. ഹിരണ്യകശിപു എന്തെല്ലാം രീതിയിൽ ഈ പ്രപഞ്ചത്തിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ദേവലോകം വരെ അദ്ദേഹം പിടിച്ചെടുക്കുകയുണ്ടായി. പക്ഷേ എന്ത് പറ്റി? അവസാനം ഭഗവാന്റെ കൈകൊണ്ട് അദ്ദേഹത്തിന് മൃത്യു സ്വീകരിക്കേണ്ടി വന്നു. അപ്പോ ഇത്തരത്തിലുള്ള ഈ ദുഷ്കൃതികള് 4 തരത്തിലുള്ളവരാണ് എന്നുള്ളത് ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി ആരാണ്? മൂഢന്മാർ. അപ്പോ മൂഢന്മാർ ആരെ പോലെയാണെന്ന് ശ്രീലാപ്രഭുവര് പറയുന്നത്? മൂഢന്മാര് ഭാരം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. അവരുടെ ഈ പ്രയത്നത്തിന്റെ ഫലം അവർക്ക് സ്വയം അനുഭവിക്കണം. അവരത് ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇപ്പോ കഴുതയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത ഇപ്പൊ യജമാനു വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യും. അവസാനം രാപ്പകൽ അധ്വാനിച്ച് കഴിയുമ്പോൾ അതിന് കിട്ടുന്നത് എന്താണ്? ഒരു പിടി പുല്ലാണ്. ഈ ഒരു പിടി പുല്ല് അതിന് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം വായ കൊണ്ട് തന്നെ അത് പറിച്ചു തിന്നാം. പക്ഷെ അത് ചെയ്യില്ല. അവര് ഈ യജമാനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് യജമാനൻ കൊടുക്കുന്ന പുല്ലിന് വേണ്ടിയിട്ട് അവര് കാത്തുന്നു. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലേശിക്കുന്നത് എന്നുള്ളത് ആ മൃഗത്തിന് അറിഞ്ഞുകൂടാ. ഈ കഠിനാധ്വാനം ചെയ്തതിനു ശേഷം അവസാനം ഒരു പിടി
പുല്ല് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൃപ്തിയായി. ഇപ്പോ അതുപോലെ തന്നെ ഉടമസ്ഥൻ തല്ലുമോ എന്ന് ഭയന്നിട്ടാണെങ്കിലും ഒന്ന് നിന്നിട്ടാണെങ്കിലും അതൊന്ന് മയങ്ങാൻ സാധിച്ചാൽ മതി, അതിന് തൃപ്തിയായി. പിന്നെ എണയുടെ ചവിട്ടും കുത്തും കിട്ടിയിട്ടാണെങ്കിലും, കഴുതകള് എണ ചേരുമ്പോൾ ചവിട്ടും കുത്തൊക്കെ ചെയ്യും. അപ്പൊ ചവിട്ടും കുത്തും കിട്ടിയിട്ടാണെങ്കിലും ശരി, അതിന് എണ ചേരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സംതൃപ്തനായി. അപ്പോ ഇതൊക്കെ തന്നെയാണ് കഴുതയുടെ സ്വഭാവം. അപ്പോ ഇതുപോലൊക്കെ തന്നെയാണ് മൂഢന്മാരുടെ സ്വഭാവവും എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അവരെപ്പോഴും തിരക്കിലാണ് ഭഗവാനെ പറ്റിയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഉപദേശങ്ങളെ പറ്റിയിട്ടോ കേൾക്കാനായിട്ട് അവർക്ക് ഒരിക്കലും സമയം കിട്ടാറില്ല. ഈ നശ്വരമായിട്ടുള്ള ആ ഭൗതിക സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരത്രയും തത്രപ്പാട് കാണിക്കുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ട് അവര് രാപ്പകല് കഷ്ടപ്പെടും കഴുതയെ പോലെ. പക്ഷെ എന്നാലും അവര് ഭഗവാനെ ആശ്രയിക്കാനായിട്ട് കൂട്ടാക്കാറില്ല എന്ന് പറയുന്നു. അപ്പോ അത് മാത്രമല്ല, അവർ ഭഗവാനെ കുറിച്ച് എവിടെയെങ്കിലും പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതും അവർ കേൾക്കാനായിട്ട് തയ്യാറാകില്ല. ഇപ്പോ ഒരു ഉദാഹരണം ശ്രീല പ്രഭുപാദർ പറയുന്നത്, ഇപ്പോ പന്നികളെ സംബന്ധിച്ചിട്ട്, പന്നികള് അത് അമേദ്യം ഭക്ഷിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ പന്നിക്ക് ഇപ്പോ നെയ്യും അതുപോലെ തന്നെ പഞ്ചസാരയും ഒക്കെ ചേർത്ത് മധുര പലഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പന്നിക്ക് അത് ഇഷ്ടപ്പെടില്ല, അത് കഴിക്കാൻ കൂട്ടാക്കില്ല. കാരണം അതിന് അമേദ്യം തന്നെ വേണം. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ മൂഢന്മാർ. അവര് ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് അവര് സുഖം തേടാനായിട്ട് അവര് ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ കാറ്റഗറി മൂഢന്മാർ. പിന്നെ രണ്ടാമത്തെ ആരാണ്? നരാധമന്മാര്. നരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ, അധമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ഏറ്റവും താഴേക്കിടയിലുള്ളവര്, അവരാണ് നരാധമന്മാർ. അപ്പോ ഈ 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളിലുള്ളതിൽ വെറും 4 ലക്ഷം മാത്രമേ മനുഷ്യരുള്ളൂ. അപ്പൊ അതില് ഈ അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യര്, ഈ കാട്ടുജാതിക്കാര്, അവരെല്ലാം അതിൽ ഉൾപ്പെടും. ഇപ്പൊ ആഫ്രിക്കയിലത്തെ വനാന്തരങ്ങളിൽ താമസിക്കുന്നവര്, നരഭോജികള്, അവരെല്ലാം ഈ നരാധമന്മാരിൽ പെട്ടവരാണ്. അവര് അപരിഷ്കൃതരാണ്. ഇപ്പൊ അവരെ സംബന്ധിച്ച് പറയാൻ ചിലപ്പോൾ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് പ്രമാണങ്ങളും തന്നെ അവർക്ക് ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചില നിയമങ്ങളും ചടങ്ങുകളും ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് പിടിക്കാനേ ഇല്ല. അപ്പോ ഈശ്വരനെ അറിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് ജീവിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. ഈശ്വരനെ അറിഞ്ഞ് അതനുസരിച്ചിട്ട് ജീവിക്കുന്നതാണ് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ധർമ്മം എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അങ്ങനെയുള്ള ഈ ധാർമ്മിക പ്രമാണങ്ങൾക്ക് വിധേയരാകാത്തവരെയാണ് ഇവിടെ നരാധമന്മാര് എന്ന് പറയുന്നത്. അവർക്ക് മനുഷ്യരുടെ രൂപത സാദൃശ്യം ഉണ്ട് എന്നുണ്ടെങ്കിലും സ്വഭാവം കൊണ്ട് അവര് മൃഗങ്ങളാണ്. കാരണം അവർക്ക് ധർമ്മം എന്താണെന്നുള്ള അറിഞ്ഞുകൂടാ. ധർമ്മേനഹീന പശുഭി സമാനം. അപ്പോ വാസ്തവത്തില് ഈ ഭഗവാനെ കൂടാതെയുള്ള ഒരു ധർമ്മം, അത് ധർമ്മം അല്ല, അതൊരു മതവും അല്ല. പിന്നെ പ്രഭുപാദർ പറയുന്നതാണ് തന്നെക്കാൾ ഉന്നതനായിട്ടുള്ള വ്യക്തികള് വേറെ ഇല്ലെന്നും, പിന്നെ താനാണ് പരമസത്യം എന്നുള്ളതും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മത്തഃ പരതരം ന അന്യർ, എന്നേക്കാൾ ഉപരിയായിട്ട് വേറെ ആരും തന്നെ ഇല്ല എന്നും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ സർവശക്തനായിട്ടുള്ള ആ ഭഗവാനുമായിട്ട് നമുക്കെല്ലാം തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. പക്ഷെ നമ്മളുടെ അവബോധം മലിനമായത് കാരണം നാം ഭഗവാനുമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ബന്ധം നമ്മൾ മറന്നു പോയിരിക്കുകയാണ്. അപ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ അവബോധം അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കുള്ള ഈ മനുഷ്യജന്മം. ഭാഗവതത്തിൽ നമ്മൾ അതിനെപ്പറ്റി പറയേണ്ടായി. നിർദേഹമാദ്യം സുലഭം സുദുർലഭം ഫളവം സുകൽപ്പം ഒരു കർണധാരം. അപ്പോ
ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അത് വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോ നമുക്കത് കിട്ടിയിരിക്കുകയാണ് ഭഗവാന്റെ കൃപ കൊണ്ട്. അപ്പൊ നമ്മളത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതാണ് മനുഷ്യന്റെ ധർമ്മം എന്ന്. അപ്പോ ഇത്തരത്തില് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ആ സുവർണാവസരത്തെ പാഴാക്കി കളയുന്നവര് അവര് നരാധമന്മാരെന്ന് നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ക്ലേശങ്ങള് അനുഭവിക്കുന്നുണ്ട്. അവിടെ കിടന്നുകൊണ്ട് നമ്മള് അനുഭവിക്കുന്ന കഷ്ടതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് ഏതൊരു വ്യക്തിയും ഭഗവാനെ വിളിച്ചു പോകും. എന്നെ എങ്ങനെങ്കിലും ഈ ദുരവസ്ഥയിൽ നിന്നും മോചിപ്പിച്ചു തരണം. അപ്പോ അങ്ങനെ മോചിപ്പിച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങയെ സ്മരിച്ചു കൊള്ളാം, അങ്ങയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചു കൊള്ളാം എന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ അവിടെ കിടന്നുകൊണ്ട് ഭഗവാന് കൊടുക്കും. അപ്പോ നമ്മള് അങ്ങനെ 10 മാസം അവിടെ ഇത് ശ്രീമദ് ഭാഗവതത്തിന്റെ 3-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. കർമ്മണ ദൈവനേത്രേണ ജന്തുർദേഹ ഉപപത്തയെ ശ്രീയോ പ്രവിഷ്ട ഉദരം പുംസോരേദക്കണാശ്രയ. അപ്പൊ കർമ്മണ നമ്മളുടെ മുജ്ജന്മങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടും അതുപോലെ തന്നെ ദൈവനേത്രേണ ആ ഭഗവാന്റെ അധ്യക്ഷതയില് ഭഗവാൻ, കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ഭഗവാൻ സാക്ഷിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ അധ്യക്ഷതയില് ജന്തുർദേഹോപപത്തി ഒരു ജീവി അതിന് വീണ്ടും ഒരു ശരീരം സ്വീകരിക്കേണ്ടി വരികയാണ്. എങ്ങനെയാണ് അത്? സ്ത്രീയാ പ്രവിഷ്ട ഉദരം, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തില് അത് പ്രവേശിക്കുന്നു. എങ്ങനെ പ്രവേശിക്കുന്നു? സോരേതക്ണാശ്രയ, ഒരു പുരുഷന്റെ ശുക്ലത്തിൽ കൂടെ അത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ ശരീരം രൂപം കൊള്ളുന്നത്. അങ്ങനെ ശരീരം രൂപം കൊണ്ടതിന് ശേഷം അവിടെ കിടന്നുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തി തരണേ എന്നും പറഞ്ഞു. പക്ഷെ എന്ത് പറ്റും? നമ്മൾ പുറത്തു വന്നു കഴിയുമ്പോൾ, ഈ മായയുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഭഗവാനോട് നമ്മൾ കൊടുത്ത വാഗ്ദാനമെല്ലാം മറന്നുപോകും. വീണ്ടും നമ്മൾ ഭൗതിക സുഖങ്ങള് ആഗ്രഹിച്ചു തുടങ്ങും. അങ്ങനെ വീണ്ടും നമ്മൾ കഷ്ടതകൾ അനുഭവിച്ചു തുടങ്ങും. വീണ്ടും ശരീരം സ്വീകരിക്കും. അങ്ങനെ ഈ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മൾ മാതാപിതാക്കളുടെ എല്ലാം കടമ എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദിവ്യമായിട്ടുള്ള ആ അവബോധത്തെ ഉണർത്തിയെടുക്കണം എന്നുള്ളതാണ്. അതിനുള്ള ചുമതല നമ്മുടെ മാതാപിതാക്കൾക്കാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചില ധാർമ്മികമായിട്ടുള്ള ആചാരങ്ങളെല്ലാം അനുഷ്ഠിച്ചു വരണം. കാരണം കുട്ടികൾ ഇതെല്ലാം കാണണം. നമ്മൾ എന്തൊക്കെ ധാർമ്മികമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. മനുസ്മൃതിയില് ഏറ്റവും പ്രധാനപ്പെട്ട 10 സംസ്കാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ധർമ്മധാരം, അതുപോലെ തന്നെ പുംസവനം. പുംസവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ 4-ാമത്തെ മാസത്തില് അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമാണ്. പിന്നെ സീമന്തോന്നയനം, അതായത് 8-ാമത്തെ മാസത്തില് അനുഷ്ഠിക്കുന്നത് സുഖപ്രസവത്തിന് വേണ്ടിയിട്ട്. പിന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാതകർമ്മം, അത് കഴിഞ്ഞാൽ പിന്നെ നാമകരണം, പിന്നെ അന്നപ്രാശനം, പിന്നെ മുടി മുറിക്കുന്നത് ചൂടാകരണം, പിന്നെ കർണവേദം കാതുകുത്തുന്നത്, പിന്നെ വിദ്യാരംഭം അറിവ് പകർന്നു കൊടുക്കുന്നത്, പിന്നെ ഉപനയനം ബ്രാഹ്മണ ദീക്ഷ സ്വീകരിക്കുന്നത്, പിന്നെ അതിനുപരിയായിട്ട് പിന്നെ വിവാഹ സംസ്കാരം, അന്ത്യേഷ്ടിക്രിയ, മരണസമയത്തുമുണ്ട്. എല്ലാത്തിനും ഓരോരോ അനുഷ്ഠാനങ്ങളുണ്ട്, ക്രിയകളുണ്ട്. ഇതെല്ലാം മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മളുടെ മക്കളും ഇതെല്ലാം കണ്ടുപഠിക്കുന്നത്. അവരും അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഈ സംസ്കാരങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെല്ലാം വർണ്ണാശ്രമ ധർമ്മത്തിന് അനുസൃതമായിട്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആ കൃഷ്ണാബോധത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഇല്ലാതെ രാവിലെ എന്നിട്ട് പത്രവും വായിച്ചിരിക്കുക, ചായ കുടിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ പലരും കുളിക്കാതെ ഓഫീസിൽ പോകും, കഴിക്കാതെ ഓഫീസിൽ പോകും, വഴിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും, പ്രസാദം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ നമ്മളുടെ മക്കളും ഇതൊക്കെ തന്നെ കണ്ടു വളരും. അപ്പൊ അവരും അതുപോലെയൊക്കെ തന്നെ പ്രവർത്തിക്കും. അപ്പോ നമ്മുടെ സമൂഹം അങ്ങനെ ദുഷിച്ചു പോകും, വർണ്ണസങ്കരം ഉണ്ടാകും. അപ്പോ
ഇന്ന് ലോകത്തില് ഒരു സ്ഥലത്തും ഇപ്രകാരമുള്ള ഒരു ചടങ്ങുകളും നിറവേറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീല പ്രഭുവാര് പറയുന്നു 99.9% ആളുകളും നരാധമന്മാരാണ്. അപ്പോ നമുക്കറിയാം ശ്രീ നിത്യാനന്ദ പ്രഭു നരാധമന്മാരുടെ ഏറ്റവും ഉത്തമ മാതൃകളായിട്ടുള്ള ജഗായ് മത്തായ സഹോദരന്മാർക്ക് എങ്ങനെയാണ് മുക്തി നൽകിയത് എന്നുള്ളത്. അപ്പൊ ഒരു പരമഭക്തൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചുവല്ലോ, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണീ ഗവിഹസ്തിനെ ശുനീചൈവ സ്വഭാഗ്യച്ച പണ്ഡിതാഹ സമദർശിനഹ. എല്ലാവരെയും ഒരു സമഭാവനയായിട്ടാണ് അവർ കാണുന്നത്. അപ്പോ എത്രയും അധപതിച്ചവരായാൽ പോലും അവരിൽ പോലും ആ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് പരമാത്മാവായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഒരു വ്യക്തിപരമായിട്ട് അവര് വെറുക്കാൻ പാടില്ല. അവരുടെ പ്രവൃത്തികളെയാണ് നമ്മൾ വെറുക്കേണ്ടത്. അപ്പോൾ അവരുടെ പ്രവൃത്തികളെ നമ്മൾ മാറ്റി അവരെ അധമന്മാരിൽ നിന്ന് നരന്മാരായിട്ട് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമ്മൾ കേൾക്കണം. അതുപോലെ തന്നെ ഭഗവാന്റെ സന്ദേശങ്ങൾ നമ്മൾ വിനയപൂർവ്വം അത് നമ്മൾ കേട്ട് മനസ്സിലാക്കണം. ഭക്തന്മാർക്ക് സേവനം ചെയ്യണം. അതുപോലെ തന്നെ ഒരു ആധ്യാത്മിക ആചാര്യനെ സ്വീകരിക്കണം. അദ്ദേഹത്തിന് കീഴടങ്ങിയിട്ട് അദ്ദേഹത്തിന് സേവനം ചെയ്യണം. നമ്മൾ 4-ാം അധ്യായത്തിൽ പഠിച്ചല്ലേ, തദ്വതി പുണിപാതേന പരിപ്രശ്നേന സേവയാ. അങ്ങനെ സേവനം ചെയ്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളുടെ സംശയങ്ങൾ നിവൃത്തി വരുത്തണം. അപ്പൊ ഇത്തരത്തിലെല്ലാം നമുക്ക് ആധ്യാത്മികമായിട്ട് മുന്നേറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ നരാധമന്മാർക്ക് പോലും ജഗായ മതായിക്ക് സാധിക്കാം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കെല്ലാം സാധിച്ചുകൂടാ? നരാധമന്മാർക്ക് പോലും മുക്തി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ 2 കാറ്റഗറി കഴിഞ്ഞു, മൂഢന്മാര്, നരാധമന്മാര്. ഇനി മായയ അപഹൃത ജ്ഞാനം, അതായത് മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവര്. അവര് പ്രായണ അവരെല്ലാം പണ്ഡിതരായിരിക്കും, തത്വചിന്തകര്, കവികള്, സാഹിത്യകാരന്മാര്, ശാസ്ത്രജ്ഞന്മാര്, വലിയ വലിയ കവിതകളൊക്കെ അവർ എഴുതും. പക്ഷെ ഇത്രയൊക്കെ അറിവുള്ളവരായിട്ടും അവരെ എന്തുകൊണ്ടാണ് മായ വഴിതെറ്റിക്കുന്നത്? അവര് എന്തുകൊണ്ടാണ് ഭഗവാന്റെ വചനങ്ങളെ അവർ തിരസ്കരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോ ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെക്കാൾ ഉത്തമനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുല്യനായിട്ടോ വേറെ ആരും തന്നെ ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോ എല്ലാ ചരാചരങ്ങളും അവരെല്ലാം തന്നെ ഭഗവാന്റെ മക്കളാണ്. അപ്പോ അദ്ദേഹം ബ്രഹ്മാവിന്റെ മാത്രമല്ല, ഈ ബ്രഹ്മത്തിന്റെയും പരമാത്മാവിന്റെയും എല്ലാം തന്നെ ഉറവിടമാണ് ഭഗവാൻ. പരമാത്മ ഭഗവാൻ ഇതി ശബ്ദത എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. അപ്പോ ഇത്രയും എല്ലാം നമുക്ക് ഭഗവാനെ കുറിച്ചിട്ട് സമ്പൂർണമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടും ഈ വിദ്വാൻമാരെന്ന് നടിക്കുന്നവര് അവര് ഈ അറിവ് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അതിനുള്ള കാരണമാണ് മായയാ അവരുടെ ആ അറിവ് മായ അപഹരിച്ചു കഴിഞ്ഞു. അപ്പോ ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന സമയത്ത് മനുഷ്യൻ തനുമാശ്രിത, മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന സമയത്ത് പലരും അദ്ദേഹത്തിനെ ഒരു സാധാരണ വ്യക്തിയായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ലീലകളെ കുറിച്ചിട്ട് അവർ മനസ്സിലാക്കാനോ അതീന്ദ്രിയ ലീലകളെ അവർ മാനിക്കാനോ തയ്യാറാകുന്നില്ല. ഇതൊക്കെ ഒരു എന്താണ് ഒരു മന്ത്രജാലം അല്ലെങ്കിൽ തന്ത്രങ്ങള്, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോ അവർ ഭഗവാനാണ് എന്നുള്ള അവര് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് തയ്യാറാകില്ല. ഭഗവാൻ എത്ര അസുരന്മാരെ വധിക്കുകയുണ്ടായി അല്ലെ, അതും കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത്. പക്ഷെ എന്നിട്ട് പോലും അവർ ഭഗവാന്റെ ആ കഴിവിനെ അവർ മാനിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിക്കുക, അതുപോലെ തന്നെ ഗോപികമാർക്ക് സന്തോഷം പകരാൻ വേണ്ടിയിട്ട് ആ ദാമോദര ലീല, അങ്ങനെ ഒരുപാട് ലീലകള് ഭഗവാൻ അനുഷ്ഠിക്കേണ്ടത്. സ്വന്തം മാതാവിന് അദ്ദേഹം വായയിൽ ബ്രഹ്മാണ്ടം കാണിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോ എന്നിട്ട് പോലും ഇതെല്ലാം നമ്മൾ വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇത്തരത്തിലുള്ള ഈ
അപഹൃതജ്ഞാന ആയിട്ടുള്ളവര് അവര് സ്വയം ഭഗവാനെ സമർപ്പിക്കാനോ അല്ലെങ്കിൽ അവര് മറ്റുള്ളവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാനോ അവര് തയ്യാറാകുന്നില്ല. പിന്നെ നാലാമത്തെ കാറ്റഗറി ആസുരം ഭാവമാശ്രിത, അതായത് അസുര സ്വഭാവികള്. അപ്പോ ഇവര് തികച്ചും നാസ്തികരാണ്. അവര് പറയുന്നത് ഭഗവാൻ അങ്ങനെ ഒരു വ്യക്തി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഭഗവാന് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഭഗവാന് ഭൗതിക ലോകത്തിൽ അവതരിക്കാനായിട്ട് സാധിക്കുകയും ഇല്ല. അത് വേറെ ഏത് ലോകത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ ഭൗതിക ലോകത്തിൽ അവതരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ എന്തുകൊണ്ട് ഭഗവാൻ അവതരിച്ചുകൂടാ എന്ന് നമ്മൾ ചോദിക്കുക തന്നെ അവർക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമില്ല. പിന്നെ നമുക്ക് എങ്ങനെ ഈ അസുര സ്വഭാവക്കാരെ തിരിച്ചറിയാം എന്നുള്ള ശ്രീരാപ്രഭാതർ ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അസുഖം എങ്ങനെ തിരിച്ചറിയും? നമ്മളുടെ രക്തം പരിശോധിക്കും. അപ്പൊ രക്തം പരിശോധിക്കുമ്പോൾ രക്തം വഴി നമ്മളുടെ അസുഖം എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പൊ രക്തത്തിൽ ഷുഗർ കൂടുതലുണ്ടോ, അല്ലെങ്കിൽ പിന്നെ വേറെന്താണ്, വേറെന്തെങ്കിലും ഇപ്പൊ ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇതെല്ലാം അങ്ങനെ ടെസ്റ്റ് നടത്തിയിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരാള് സൽസ്വഭാവിയാണോ അല്ലെങ്കിൽ അസുര സ്വഭാവിയാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അത് അവരുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. അപ്പോ എന്തൊക്കെയാണ് ഈ അസുര ഗുണങ്ങൾ എന്നുള്ളതാണ് ശ്രീരാപ്രഭാകർ പിന്നെ ഭാവാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. അതായത് ഗർവം, അഹംഭാവം, ദുരഭിമാനം, കോപം, പിന്നെ അവരുടെ അറിവില്ലായ്മ, കാമം, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ആർക്കുണ്ടോ അവരെല്ലാം തന്നെ ഈ അസുര ഗുണങ്ങളുള്ളവരാണ്. കുറച്ചൊരു സമ്പത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഉണ്ടെങ്കിൽ അവരതിൽ അഭിമാനിക്കും. പ്രത്യേകിച്ച് നല്ല ഗുണങ്ങൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ളവർ അവരെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ അവരെ ആദരിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി അവർ പെട്ടെന്ന് കോപിഷ്ഠരാകും. അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും ഈ അസുര സ്വഭാവമുള്ളവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല എന്ന് പറയുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് അറിയാനുള്ള ആ ഒരു വിവേചന ബുദ്ധി പോലും ഈ അസുര സ്വഭാവമുള്ളവർക്ക് ഉണ്ടാകില്ല. എന്താണോ തങ്ങൾക്ക് അഭിമതം എന്ന് തോന്നുന്നത് അത് അവര് ഒരു വീണ്ടും വിചാരവും കൂടാതെ അവർ ചെയ്യും. പിന്നെ അവരുടെ പ്രവൃത്തിയിലാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ശുദ്ധിയോ അല്ലെങ്കിൽ സത്യസന്ധതയോ ഉണ്ടാകില്ല. എങ്ങനെ മറ്റുള്ളവരെ ചതിക്കാം, എങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ പിടിച്ചു പറിക്കാം, ഇതൊക്കെയായിരിക്കും ഈ അസുര സ്വഭാവമുള്ളവരുടെ ചിന്ത. പിന്നെ ഈ ഭൗതിക പ്രപഞ്ചം എന്നത് ഒന്ന് ഇല്ല, അത് അസത്യമാണ്, അടിസ്ഥാനരഹിതമാണ്. പിന്നെ അതിന്റെ നിയന്താവായിട്ട് ഈശ്വരൻ എന്ന വ്യക്തി ഇല്ല എന്നൊക്കെയാണ് അവരുടെ വാദം. അപ്പോ അവർ പറയുന്നത് എന്താണ്? ഈ കാമത്തിൽ നിന്നാണ് ഈ ഭൗതിക പ്രകൃതി ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു ജന്മം മാത്രമേ ഉള്ളൂ. ഈ ഒരു ജന്മത്തിൽ നമ്മൾ കഴിയുന്നത്ര ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ അവര് അക്രമാസക്തരാണ്, അവർ നിഷ്ഠൂരരാണ്. മൃഗങ്ങളോട് മാത്രമല്ല അവർ മനുഷ്യരോടും ഒരുപോലെ തന്നെ ക്രൂരത കാട്ടുന്നവരാണ്. അടക്കാനാവാത്ത കാമം, അതുപോലെ തന്നെ അഹങ്കാരം, ദുരഭിമാനം, ഇതിലൊക്കെ മുഴുകിയിട്ട് അവര് വളരെ ക്ഷണികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന ആ സുഖം ആസ്വദിക്കുക, അതുപോലെ തന്നെ വളരെ വൃത്തിഹീനമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് അസുര സ്വഭാവമുള്ളവരുടെ ലക്ഷണങ്ങൾ. നമുക്കറിയാം രാമായണത്തിൽ രാവണന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം സീതാദേവിയെ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പത്നിയായിട്ടുള്ള സീതാദേവിയെ പോലും അദ്ദേഹം അപഹരിക്കാനായിട്ട് മുതിർന്നു. എത്രത്തോളം
വൃത്തിഹീനനാണ് അല്ലെങ്കിൽ നിഷ്ഠൂരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അവരുടെയൊക്കെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഇപ്പൊ വേദവിഹിതങ്ങളായിട്ടുള്ള യജ്ഞങ്ങളൊന്നും കൂടാതെ തന്നെ എങ്ങനെ ഉപരിലോകത്തിലേക്കൊക്കെ എത്താൻ സാധിക്കും, അതിനു വേണ്ടിയിട്ട് രാവണൻ ഒരു വലിയ സ്റ്റെയർ കേസ് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോ ഇന്നത്തെ കാലത്തും ഇത്തരത്തിലുള്ള ഈ അസുര സ്വഭാവമുള്ളവർ ധാരാളമുണ്ട് എന്നുള്ളതാണ് ശ്രീലപ്രഭുപാദർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ എല്ലായിടത്തും നിരന്തരമായിട്ട് ഈ കലാപങ്ങള് നമുക്കറിയാം. ഈ ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നു, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ അസുര സ്വഭാവമുള്ള ഒരു കാരണം. അപ്പോ അങ്ങനെയുള്ള ഈ യുദ്ധങ്ങളും കലാപങ്ങളൊക്കെ വർദ്ധിച്ച് വരികയാണ്. ചുരുക്കത്തില് ഈ മേൽപ്പറഞ്ഞ ഈ 4 കൂട്ടർ, മൂഢന്മാര്, നരാധവന്മാര്, പിന്നെ മായാമോഹികളായിട്ടുള്ള ഊഹാപോഹികള്, പിന്നെ നിരീശ്വരവാദികള്, പിന്നെ ശാസ്ത്രാനുതമായ ഉപദേശങ്ങൾ നൽകിയാലും ഇവരൊന്നും തന്നെ അത് കേൾക്കാനോ ഭഗവാന്റെ തൃപ്പാദങ്ങളില് അഭയം പ്രാപിക്കാനോ അവരാരും തയ്യാറാകുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അടുത്തൊരു ശ്ലോകം തുടങ്ങിയാൽ അത് തീർക്കാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും നമുക്കൊന്ന് ശ്ലോകം വായിച്ചു വെക്കാം. ഇപ്പൊ നമ്മള് ഭഗവാനെ ശരണം പ്രാപിക്കാത്ത 4 കൂട്ടരെ പറ്റിയിട്ട് നമ്മള് ചർച്ച ചെയ്തു. അടുത്ത ശ്ലോകത്തില് ഭഗവാനെ ശരണം പ്രാപിക്കുന്ന 4 കൂട്ടരെ പറ്റിയിട്ടാണ് പറയുന്നത്. ചതുർവിധാ ഭജന്തേ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ചതുർവിധാ ഭജന്തേ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ചതുർവിധാ ഭജന്തേ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ചതുർവിധാ ഭജന്തേ മാം ജനാഃ സുഹൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനി ച ഭരതർഷഭ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ചതുർവിധാ ഭജന്തേ മാം ജനാഃ സുഹൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചതുർവിധാ ഭജന്തേ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചതുർവിധാ ഭജന്തേ മാം ജനാം സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചതുർവിധ ഭജന്തേ മാം ജനാം സുഹൃത്തിനോ അർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി ച ഭരതർഷഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനി ച ഭരതർഷഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ വിവർത്തനം. ഭരതർഷഭ, ഹേ ഭരതകുലശ്രേഷ്ഠ, സുകൃതിനഃ സുകൃതികളായ ചതുർവിധ ജനാഹ 4 കൂട്ടരാണ് മാം എന്നെ ഭജന്തേ ഭജിക്കുന്നത്. ആർത്തഹ ദുഃഖിതരും, അർത്ഥാർത്ഥി ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവരും, ജിജ്ഞാസു എന്നെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും, ജ്ഞാനിച്ച അതുപോലെ പരമസത്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജ്ഞാനികളും. ഹേ ഭരതകുലശ്രേഷ്ഠ, സുകൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതരും, ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവരും,
എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ പരമസത്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജ്ഞാനികളും. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കും എന്തെങ്കിലും സംശയം ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, ഈ മനുസ്മൃതികൾ കൂടുതൽ കുറച്ച് ആൾക്കാര് അവരെ എന്താ ഈ അംഗീകരിക്കാത്തത്? അവരെ എന്താ അതിനെ പറ്റി ഇത് പറയുന്നത് കാര്യം? എന്താ അവര് അത് അംഗീകരിക്കാത്തതെന്നോ? ചിലവര് മനുസ്മൃതിയെ കുറ്റം പറയത്തില്ലേ പ്രഭു? ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാര്, കുറെ ആൾക്കാര് മനുസ്മൃതിയെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആ കുറ്റം പറയാനുള്ള കാര്യം എന്താ പ്രഭു? അവരിൽ ഉളവാകുന്ന സംഗതി എന്താണ്? അതിനെ പറ്റി കുറ്റം പറയാനായിട്ടുള്ള സംഗതിയാ? അതെ, അതാണോ ചോദ്യം? അതായത് അതിപ്പോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവര് ആലോചിക്കുന്നത്. ഇപ്പൊ മനുസ്മൃതി സംസ്കാര ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് അതിന്റെ പിറകെ പ്രവർത്തിക്കണ്ടേ. അപ്പോ അതവര് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഹരേ കൃഷ്ണ പ്രഭു. അതുപോലെ തന്നെ ഈ ആസുരിക സ്വഭാവമുള്ള ഇപ്പൊ പ്രഭു പറഞ്ഞു പൈസ വാങ്ങുന്നു, എടുക്കുന്നു, പിടിച്ചു വാങ്ങിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പൂജാരിമാര് തന്നെ പൈസ കൊടുത്തെങ്കിലേ ചന്ദനം തരുത്തുള്ളൂ. അപ്പൊ അത് ഈ ഭക്തൻ ഭഗവാന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ അവരെന്താ അങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ നമ്മൾ പൈസ ചന്ദനം തരത്തില്ല, ബാക്കി പൈസ നോക്കി നിൽക്കും, ആരുടെ കൈ പൈസ ഇരിക്കുന്നു എന്ന് നോക്കി നിൽക്കും. അപ്പൊ നമ്മൾ ഈ പൈസ ഇങ്ങനെ കയ്യിൽ ഇരിക്കുന്ന കാരണം പതുക്കെ അങ്ങ് എടുക്കും. അതെന്താ ആ ഭക്തന്മാരല്ല, അത് ഭഗവാന്റെ തൊട്ടടുത്തിരിക്കുന്ന ഭക്തന്മാരല്ലേ? അപ്പൊ അവരെന്താ അങ്ങനെ മനോഭാവം? അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതാണ് കലിയുഗത്തിന്റെ പ്രഭാവം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡപ്രണാമം. പ്രഭുജി, ഈ മനുസ്മൃതിയുടെ ശരിക്കും ഒറിജിനൽ അല്ല നമ്മളിപ്പോഴും വായിക്കുന്നതും അറിയുന്നതും. അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ സമയത്തോ അത് ആരോ അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ഒരുപാടുണ്ട്. അതിപ്പോ നമ്മുടെ ഭഗവത്ഗീത പോലെ തന്നെയാണ്. ഭഗവത്ഗീത അത് ഈ ഭാവാർത്ഥം പലരും എഴുതി ഭഗവാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനിപ്പോ ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണ്. അതുപോലെ തന്നെയാണ് ഈ എല്ലാ സ്മൃതികളും ഗ്രന്ഥങ്ങളും എല്ലാം അതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരുപാട്, ഇപ്പൊ ബൈബിള് തന്നെയല്ലേ, ഒറിജിനൽ ബൈബിള് അല്ലെങ്കിൽ ഒറിജിനൽ ഖുറാനൊക്കെ എടുത്ത് നോക്കിയാൽ ഇപ്പോ കിട്ടുന്നതും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എല്ലാം അവരവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അവരതെല്ലാം മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. അത് തെറ്റാണ്. അപ്പൊ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അത് സ്ത്രീവിരുദ്ധമാണ്, അത് ധർമ്മത്തിനെതിരാന്ന രീതിയിൽ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ട് കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആൾക്കാർ അതുകൊണ്ടാണ് സ്ത്രീ കത്തിച്ചതും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റ ശ്ലോകം എടുത്തിട്ടാണ് അവർ ഈ പറയുന്നത്. ബാല്യരക്ഷതി ബാല്യകാലെ ഭർത്തൃരക്ഷതി കൗമാരെ പിന്നെന്താ പുത്രരക്ഷതി വാർദ്ധക്യേ. ഈ ഒരൊറ്റ ശ്ലോകം എടുത്തു വെച്ചിട്ടാണ് മനുസ്മൃതി ഇവര് പറയുന്നത്. അത് ആക്ച്വലി അത് വേറെ വിസർഗം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ അർത്ഥം പറയുവാണെങ്കിൽ അബലയായ ഒരു സ്ത്രീ ഒരു കാലത്തും ഒറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന് മീൻ ചെയ്യുന്നത്. പക്ഷെ അത് പറയുന്നത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്നാ, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അതാണ് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ കയറി പിടിക്കുക. ആക്ച്വലി പറയുന്നത് എന്താണ്? ഒരു സ്ത്രീ അബലയാണെങ്കിൽ അവൾ എപ്പോഴും സംരക്ഷിക്കപ്പെടും എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ അതിനെ അവരത് മാറ്റിമറിച്ചുകൊണ്ട് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളതിനെ ഹൈലൈറ്റ് അതിനത്ര വിസർഗത്തെ കുറിച്ചോ അവർക്ക് സംസ്കൃതത്തെ കുറിച്ചോ അറിയാത്തവരാണ് ഇത് കൂടുതലും പറയുന്നത്. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ പുരാണങ്ങൾ സ്ത്രീകളെ താഴ്ത്തി കെട്ടിട്ടില്ല. സ്ത്രീകൾക്ക് ഉന്നതമായ